ഹായ് ഗൈസ്, ഞാനുണ്ടല്ലോ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും കേട്ടോ ശബ്ദം, കാരണം ഞാൻ പബ്ലിക് പ്ലേസിൽ നിന്നാണ് വീഡിയോ എടുക്കണേ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്നുമല്ല, ബിഗ് ബോസിൻ്റെ ഒരു കാര്യം. ജാസ്മിൻ ഫാനോ അല്ലെങ്കിൽ ഞാൻ PR ഒന്നും അല്ല, പക്ഷേ നമുക്കറിയില്ല, ഒരാളെ ഇങ്ങനെ കൂട്ടം കൂടി ആക്രമിക്കുന്നത് കാണുമ്പോൾ നമുക്കുള്ളിൽ ഉണ്ടാകുന്ന ഒരു വിഷമം. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് കുരുപൊട്ടിയിട്ട് പലരും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞു കാണും ചിലപ്പോൾ, പലരും പല വീഡിയോസും ചെയ്ത് ഞാൻ കണ്ടു. എൻ്റെ സ്നാപ്പൊക്കെ എടുത്തിട്ട് നമ്മുടെ ഹെൽനോസ് പാട്ട എന്ന് പറഞ്ഞ കുട്ടിയാണ്. ആ കുട്ടി പറയുന്നത് കേട്ടോ, ഏതോ ഒരു പെണ്ണുങ്ങൾ ബാത്റൂമിൽ നിന്ന് വീഡിയോ എടുത്തിട്ടേക്ക് എനിക്ക് തോന്നുന്നു ഓരോ വീട്ടിൽ ആരും സപ്പോർട്ടില്ല, ഇവർ മാത്രം സപ്പോർട്ടുള്ളൂ, അതുകൊണ്ട് ബാത്റൂമിൽ നിന്ന് വീഡിയോ എടുത്തിട്ടാന്നൊക്കെ. അപ്പം എനിക്ക് പറയാനുള്ളത്, ഞാൻ ബാത്റൂമിൽ നിന്ന് എടുത്തിട്ട് വീഡിയോ അല്ല ഒന്നാമത്തെ കാര്യം. പിന്നെ എനിക്ക് ഇവരെ പോലെ രാവിലെ മുതൽ രാത്രി വരെ ഇങ്ങനെ ബിഗ് ബോസിൻ്റെ ലൈവും കണ്ടിരുന്നിട്ട് ജാസ്മിൻ്റെയും ഗബ്രീൻ്റെയും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചെന്ന് പറഞ്ഞ് അത് വീഡിയോ എടുക്കുന്ന പരിപാടി അല്ലാത്തത് കൊണ്ടും ഞാനിങ്ങനെ എല്ലാ സമയം വീഡിയോയും അതിനുള്ള സ്ഥലവും സെറ്റ് ചെയ്ത് നടക്കുന്ന ഒരാളല്ല. വീഡിയോ ഇടാറുണ്ട്, എനിക്ക് തോന്നുന്ന ചില സമയത്ത് വീഡിയോ ഇടാറുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എന്താ പറയുക, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിപ്പോയത്. അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ പിടിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത് ആ വീഡിയോ. പിന്നെ എൻ്റെ ശബ്ദം ഇല്ലയെന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ കീറിപ്പൊളിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പം എനിക്ക് പറ്റുന്നത്ര ശബ്ദത്തിൽ ഞാൻ പറയുന്നുണ്ട്, കാരണം ഇത് പബ്ലിക് പ്ലേസ് ആണ്. അപ്പോൾ ഇനി ഞാൻ ബാത്റൂമിൽ ഇരുന്നിട്ട് ആരും അറിയാതെ വീഡിയോ ചെയ്തതാണ്. എൻ്റെ വീട്ടുകാരും എല്ലാവരും ഹോളസ്റ്റ് അല്ലാത്തവരായതുകൊണ്ടൊന്നും പറയണ്ട. ഞാനിതാ UK തെരുവ് വീതികളിൽ കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത് ഈ വീഡിയോ ചെയ്തിട്ട്. പിന്നെ വേറൊരു കാര്യം, ഇനിയിപ്പോൾ എൻ്റെ വീട്ടുകാർ മുഴുവൻ അവക്കെതിരാണെങ്കിലും എനിക്ക് തോന്നിയൊരു കാര്യം സത്യമാണെന്ന് പറയാം. ഒരു മടിയുള്ള ഒരാളല്ല ഞാൻ. ഒന്നുമില്ലെങ്കിൽ ഞാനൊരു വക്കീലല്ലടോ. പിന്നെ 23 കുട്ടി എന്ത് കുട്ടിയാ, പിഞ്ചു കുഞ്ഞെന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. 23 വയസ്സ് മാത്രമുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് 23 വയസ്സ് മാത്രമുള്ള കുട്ടിയാണ്. 23 വയസ്സുള്ള ആൾക്കാർ അമ്മൂമ്മമാരാവുമോ എനിക്കറിയില്ല കേട്ടോ. ഇനി അവരുടെ നാട്ടിൽ മറ്റേ പ്രായപൂർത്തി ആകുമ്പോഴേക്കും പെമ്പിള്ളാരെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചിട്ട് ഇനി 23 ആകുമ്പോഴേക്കും ഇനി അമ്മൂമ്മമാരാവുന്ന നാടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ കുടുംബത്തിലാണെങ്കിലും എൻ്റെ നാട്ടിലാണെങ്കിലും അങ്ങനെയില്ല. നമുക്ക് 23 വയസ്സ് പറഞ്ഞാൽ ചെറിയ പിള്ളേർ തന്നെ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും എനിക്ക് 32 വയസ്സായി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ജാസ്മിൻ ചെറിയ കുട്ടിയാണ്. എന്നെക്കാളും ഏകദേശം ഒരു 10 വയസ്സോളം ചെറുതാണ്. അപ്പോൾ എനിക്ക് ഇപ്പം ഞാനൊരു 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ജനിച്ച കുട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയ മോൾ തന്നെയാണത്. ഞാൻ ആ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ ഞാനൊരിക്കലും ജാസ്മിൻ തെറ്റ് ചെയ്തിട്ടില്ല, ജാസ്മിൻ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവും, ഇല്ലാതിരിക്കൂലല്ലോ. പിന്നെ ഒരു ക്ലോസ്ഡ് ഏരിയയിൽ നമ്മളെയൊക്കെ കൊണ്ടിട്ടാൽ നമ്മളൊക്കെ എന്ത് രീതിയിൽ പെരുമാറുന്നുള്ളതൊന്നും നമുക്ക് ആർക്കും അറിയില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അതറിയാതെ പിന്നെ ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാരൊക്കെ കൊണ്ടുവിട്ടിട്ട് അവരെന്തൊക്കെ കാണിക്കുന്നുള്ളത് ആദ്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യും, നമ്മൾ എന്ത് രീതി പെരുമാറുന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ എനിക്കൊരു 10 ഡേ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ ആ സമയത്ത് തന്നെ നമുക്ക് വേറെ പുറമേയുള്ള ഒരു കാര്യത്തിനെ കുറിച്ചും എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നു. നമ്മൾ സ്വപ്നം കാണുന്നതൊക്കെ ആ ഒരു സംഭവം. കാരണം ഞാൻ ഫിലിം സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് പോർട്ട്ഫോളിയോ ഷൂട്ട് ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾക്കൊരു സ്റ്റുഡിയോ ഫ്ലോർ ഉണ്ടായിരുന്നു. നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ അവിടെ തന്നെയായിരുന്നു. പക്ഷെ അപ്പോഴും നമുക്ക് ഫോൺ ചെയ്യാനോ മെസ്സേജ് അയക്കാനൊക്കെ സാഹചര്യമുണ്ട്, വീട്ടിലേക്കാണെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ട. പക്ഷെ എന്നാൽ പോലും നമ്മുടെ സ്വപ്നങ്ങളിലാണെങ്കിലും എപ്പോഴും നമ്മൾ അവരെയാണ് കാണുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം അതൊരു 10 ദിവസം കൊണ്ട് തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത. അപ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ, അവിടെ ഫോൺ പോലും ഇല്ല, നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും കാണുന്നത് വരെ തന്നെ. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. പിന്നെ ജാസ്മിൻ്റെ ഭാഗത്ത് തെറ്റുകളില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. തെറ്റുകൾ ഉണ്ടാവാം, തെറ്റുകൾ മനുഷ്യന്മാരല്ലേ, സംഭവിക്കുമല്ലോ. പക്ഷെ അതുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജാസ്മിൻ ജാസ്മിൻ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്ന ആൾക്കാരെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞിട്ടുള്ളത് മഹാവൃത്തികേടായിട്ട് തംബ്നെയിൽസും എന്താ പറയുക കമൻസും ഒക്കെ ഇടുന്ന ആൾക്കാരെ കുറിച്ചിട്ടാണ്. അത് എനിക്ക് എന്താണ് ആ തംബ്നെയിൽസ്, എന്താ കമൻറ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഇതിൽ. അതുകൊണ്ടാണ് ഞാൻ അത് പറയാതിരുന്നത്. പക്ഷെ അപ്പോഴേക്ക് കുരുപൊട്ടിയ ആൾക്കാർ ഇവരൊക്കെയാണ്. വിവി ഹിയർ, ഹെൽനോസ് പാട്ട. അപ്പോൾ ഇത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ അമ്മച്ചി ഏതെങ്കിലും ബാത്റൂമിൽ പോയിരുന്ന് വീഡിയോ ഇട്ടതൊന്നുമല്ല. ഈ അമ്മച്ചി റൂമിലിരുന്ന് തന്നെയാണ് വീഡിയോ ഇട്ടത്. പിന്നെ നിങ്ങളെപ്പോലെ സെറ്റപ്പായിട്ടൊന്നും വീഡിയോ എടുക്കാനുള്ളൊരു ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിലും ഞാൻ ഇതിൻ്റെ പിറകെ നടക്കുന്ന ഒരാളും അല്ല ഞാനത് കേട്ടപ്പോൾ എനിക്കത് ഭയങ്കര ഫീൽ ചെയ്തു. 1-2 കാര്യങ്ങൾ കണ്ടപ്പോൾ അതിൻ്റെ പുറത്ത് ഞാൻ പെട്ടെന്ന് എടുത്തിട്ടൊരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ പിന്നെ ബിഗ് ബോസിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം ഇപ്പോൾ അതിൽ ജിൻഡോയും ജാസ്മിനും അവർ വിന്നർ ആവണമെന്ന് എനിക്കുണ്ട്. അതുപോലെ തന്നെ എനിക്കിഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ പുറത്തുള്ളവരും ഉണ്ട്. ഇപ്പം അൻസിബ ആണെങ്കിലും അപ്സര ആണെങ്കിലും പിന്നെ ഗബ്രി ആണെങ്കിലും പിന്നെ സിജോ ആണെങ്കിലും ഒക്കെ നന്നായി കളിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവരൊക്കെ പോയതിൽ രതീഷ് ഫസ്റ്റ് അവരൊക്കെ നന്നായിട്ട്
ഗെയിം കളിച്ചിരുന്ന ആൾക്കാരാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും എന്താ മറ്റേ നല്ല സ്വഭാവത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കണം ആ ഷോ അല്ലല്ലോ. അപ്പോൾ അതിൻ്റെ അതും കൂടെ നമ്മൾ കണക്കാക്കണം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നിലവിലുള്ളതിൽ എനിക്കിഷ്ടം സത്യം പറഞ്ഞാൽ ഇപ്പോൾ ജാസ്മിനെയും ജിൻഡോനെയും തന്നെയാണ്. ജിൻഡോ ജാസ്മിൻ ആര് വിന്നറായാലും എനിക്ക് വിഷമമല്ല. പിന്നെ ഇവരാര് വിന്നറായാലും എൻ്റെ വീട്ടിലല്ല കൊണ്ടുവന്ന് തരാമല്ലോ. എൻ്റെ വീട്ടിൽ അരി വെക്കാനും പറ്റില്ല. അതുകൊണ്ട് ആയ സന്തോഷം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇനി ഇതിൻ്റെ ബാക്കിയായിട്ട് തുടരെ നിങ്ങൾ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാനതിന് മറുപടി തരാൻ ഇനി വരില്ല. കാരണം എൻ്റെ ഒരു ഏരിയ അല്ല ഇത് ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് മോളിങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ പെണ്ണുങ്ങൾ ബാത്റൂമിലെങ്ങാനും പോയിട്ട് പെണ്ണുങ്ങൾ എടുത്തതാണ് അത് പറഞ്ഞത് കേട്ടോണ്ട് മാത്രം ഞാൻ ഈ ഒരു റെസ്പോണ്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഇനി വരുന്ന ഒരു വീഡിയോയ്ക്കും എൻ്റെ റെസ്പോൺസ് പ്രതീക്ഷിക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.